ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റോഹിത് ചേട്ടന്റെ അടുത്താണ്. റോഹിത് ചേട്ടൻ എന്ന് പറയുന്നത് അയർലൻഡിലെ ഡബ്ലിനിലെ ഒരുമാതിരിപ്പെട്ട ഏകദേശം എല്ലാ മലയാളികൾക്കും സുപരിചിതമായ ഒരു മുഖമാണ് റോഹിത് ചേട്ടന്റെ മുഖം. നമുക്ക് റോഹിത് ചേട്ടനെ പരിചയപ്പെടാം. അദ്ദേഹം ആരാണ്, എന്താണ്, അയർലൻഡിൽ വന്നിട്ട് എത്ര നാളെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിന്റെ ഒരു ഹോം ടൂറും കൂടി നമ്മൾ വന്ന സ്ഥിതിക്ക് അത് നമുക്ക് ചെയ്യാം. അപ്പൊ റോഹിത് ചേട്ടാ, നാട്ടിൽ എവിടെയാണ് സ്വദേശം? ഞാൻ നാട്ടിൽ എറണാകുളം ജില്ലയിൽ പിറവം നിയോജക മണ്ഡലത്തിൽ ആമ്പല്ലൂർ പഞ്ചായത്തിലാണ്. ഓക്കെ. അയർലൻഡിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ 2003 വന്നതാണ്. എന്താണ് പ്രൊഫഷണലി, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്താണ് ജോലി? ഇവിടെ വന്ന കാലം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ, ജോലികൾ? ഒരുപക്ഷെ മലയാളികൾ പലരും പലതരം ജോലികൾ അയർലൻഡ് പോലെയുള്ള സ്ഥലത്തേക്ക് വന്നതിന് ശേഷം ചെയ്യുന്നുണ്ടായിരിക്കാം. എന്താണ് പ്രൊഫഷണലി? ഞാൻ പ്രൊഫഷണലി നാട്ടിൽ ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നു. എറണാകുളത്ത് 10 വർഷം പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്നും പോരുമ്പോൾ എൻ്റെ പഞ്ചായത്തിലെ കൗൺസിലറായിരുന്നു. അയർലൻഡിൽ ഞാൻ എത്തപ്പെട്ട ശേഷം ഇന്ന് അയർലൻഡിലെ പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ട 80% പേരും ചെയ്യുന്ന ഒരു ജോലി മേഖലയുണ്ട്. അത് കെയർ അസിസ്റ്റൻ്റ്, കടപ്പണി, പിസ്സ ഡെലിവറി, അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ജോലിയാണ് ഞാനും ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു മലയാളി, ഒരു അഹങ്കാരോ ജാടയോ നടത്താൻ ഒരു സാധാരണ മലയാളി ചെയ്യുന്ന ഏതൊരു കാര്യവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും നിലവിൽ ഞാൻ ബൂമോണ്ട് ഹോസ്പിറ്റലിലെ കെയർ അസിസ്റ്റൻ്റായിട്ടായി ജോലി ചെയ്യുന്നു. സമയം കുറച്ചാണ് ചെയ്യുന്നത്. പിന്നെ അല്പം താഴെത്തട്ടിൽ, എനിക്കറിയത്തില്ല, ഞാൻ സാമൂഹ്യ പ്രവർത്തനമാണെന്ന് ഞാൻ സ്വയം പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ താഴെത്തട്ടിൽ ചെറിയ രീതിയിലുള്ള പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. താഴെത്തട്ടിലുള്ള ചെറിയ ഒരു പ്രവർത്തനം മാത്രമല്ല റോഹിത് ചേട്ടൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്, അയർലൻഡിലെ പ്രത്യേകിച്ച് ഡബ്ലിനിലെ മലയാളികൾക്കെല്ലാം തന്നെ സുപരിചിതനാണ് ഈ റോഹിത് ചേട്ടൻ്റെ മുഖം. ഡെഫിനറ്റ്ലി അയർലൻഡിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം, ഈ വർഷത്തെ 2024 ഒരു ഇലക്ഷനും ഇവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? ഞാൻ ചെയ്യാം. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ട് അയർലൻഡിൽ വന്ന ശേഷം മത്സരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് ഞാൻ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ആകെയുള്ള കൈമുതൽ ഡബ്ലിനിലെ അല്ലെങ്കിൽ അയർലൻഡിലെ മലയാളികളുമായിട്ടുള്ള ബന്ധം മാത്രമാണ്. ആ ബന്ധം എനിക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ നാട്ടിൽ ചെറിയ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവിടെ വന്നിട്ടും അത് തുടരാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അയർലൻഡിൽ ആദ്യം വന്ന ലൂക്കനിലെ ഒരു മലയാളി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. അതിനുശേഷം ലൂക്കൻ ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ കേരള ഹൗസ് എന്ന പുതിയൊരു മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചു. അത് 12-13 വർഷമായി അത് മുന്നോട്ട് പോകുന്നു. അതിലൂടെ എനിക്ക് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ കേരള ഹൗസിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കേരള ഹൗസ് കാർണിവൽ അല്ലെങ്കിൽ വള്ളംകളികളൊക്കെയാണ്. പക്ഷെ അതിലും എല്ലാം ഉപരിയായി മറ്റു പല കാര്യങ്ങളുമുണ്ട് കേരള ഹൗസ്. ഞാൻ ചുരുക്കത്തിൽ പറയാം. ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല, എനിക്ക് ഫുട്ബോൾ കളി അറിയത്തില്ല, എനിക്ക് ചെസ്സ് കളി അറിയത്തില്ല. പക്ഷേ അയർലൻഡിലെ ഞാൻ അഭിമാനത്തോട് പറയുന്നു, ആദ്യത്തെ 1 ഡേ ക്രിക്കറ്റ് കേരള ഹൗസിൻ്റെ നേതൃത്വത്തിൽ, എൻ്റെ നേതൃത്വത്തിലാണ് 2010 സോട്സിൽ നടത്തിയത്. 14 അംഗങ്ങളുടെ 14 ക്രിക്കറ്റ് ടീമുകളുമായി ഒറ്റ ദിവസം കൊണ്ട് 2 ഗ്രൗണ്ടിൽ തീർക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തി. അതിനുശേഷമാണ് ഇവിടെ ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടായിട്ടുള്ളതും ഈ 1 ഡേ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ നടത്തിക്കൊണ്ടുവരുന്നതും. 2 ഞാൻ പറഞ്ഞു, എനിക്ക് ഫുട്ബോളുകൾ അറിയില്ല. പക്ഷേ അയർലൻഡിലെ ആദ്യത്തെ കുട്ടികളുടെ ഫുട്ബോൾ കോമ്പറ്റീഷൻ എന്ന ആശയം ഞാൻ മുന്നോട്ട് വെച്ച് സോഴ്സിലുള്ള പവലിൻ്റെ നേതൃത്വത്തിൽ അത് ഭംഗിയായി തുടങ്ങി. അതിനുശേഷം പലരും അത് ഫോളോ അപ്പ് ചെയ്യുന്നു. 3 ഞാൻ പറഞ്ഞു, എനിക്ക് ചെസ്സ് കളി അറിയില്ല. പക്ഷേ ലൂക്കനിലെ അല്ലെങ്കിൽ താഴെ ഭാഗത്തു നിന്നും ഒരു 100ഓളം കുട്ടികളെ ചെസ്സ് പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് സമയം കണ്ടെത്താൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെ അയർലൻഡിലെ സംസ്ഥാന തലത്തിൽ നിരവധി കുട്ടികൾ മത്സരിക്കുകയും അവരിൽ ചിലരെങ്കിലും സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട്. 4ാമത് മലയാളിയായി ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടും അത്യാവശ്യം മലയാളം അറിയാം, എഴുതാം എന്നുള്ളതല്ലാതെ അതിലും ഞാൻ പ്രഗത്ഭനൊന്നുമല്ല. പക്ഷേ ലൂക്കൻ ഭാഗത്തെ ഒരു 100ഓളം വിദ്യാർത്ഥികളെ മലയാളം പഠിപ്പിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള ഹൗസിൻ്റെ കാര്യത്തിൽ ഈ കാർണിവലോ വള്ളംകളിയോ കാളുപരിയായി ഈ കഴിഞ്ഞ 4 കാര്യങ്ങളിലാണ് ഞാൻ പ്രധാനമായി എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ 2010 മുതൽ കേരള ഹൗസിന് ഇന്നും ഒരു ആസ്ഥാനമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളും ചെയ്യാത്ത ചില ആളുകളുണ്ട്, അത്യാവശ്യം ചെറിയ ചീട്ടുകളി മാത്രം. അതും എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വിനോദത്തിന് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചകളും തുടർച്ചയായി കോവിഡ് വന്ന 2 വർഷം ഒഴിച്ച് 2010 മുതൽ അതും തുടർന്നു പോകുന്നു.
അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രചോദനവും ബന്ധവുമാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുവാൻ പ്രചോദനമാക്കിയത്. വെരി ഗുഡ്. അതോടൊപ്പം എനിക്കറിയാം ഈ വർഷത്തെ കാർണിവലില് നമ്മുടെ TV ഫെയിം ആയിട്ടുള്ള മിഥുൻ വരുന്നുണ്ട്, ശരിയല്ലേ? യെസ്, ഓക്കെ. ഇതിന്റെ വൈഫും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വളരെ സമൂഹത്തിന് ആവശ്യമായ, മലയാളികൾക്ക് ആവശ്യമായ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരാളാണ് റോയ് ചേട്ടൻ. കാർണിവലിലും പ്രധാനവും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമാണ് ബോട്ട് റേസ്. അത് മെയ് 19 ഞങ്ങൾ കാർലോയിൽ നടത്തുകയാണ്. 21 ടീമുകളോടുകൂടി. അതിനകത്ത് കർണാടക, ആന്ധ്ര, തമിഴ്നാട്. അവർ അവിടെ വള്ളം കളിച്ചിട്ടില്ല. അയർലൻഡിൽ വന്ന് കേരള ഹൗസിനോടൊപ്പം വള്ളം കളിക്ക് 21 ടീമുകളുടെ മത്സരം 19-ാം തീയതി കാർലോയിൽ നടക്കുന്നു. അത് കാർണിവൽ നടത്തുന്നതിന്റെ 3 ഇരട്ടി കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണെന്ന് കൂടി അറിയിക്കട്ടെ. വെരി ഗുഡ്. അതായത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുട്ടനാട്ടിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ അയർലൻഡിൽ ഈ തണുപ്പത്ത് ചെയ്യാൻ പോവാണ് നമ്മൾ. വെരി ഗുഡ്, എക്സലന്റ്, ബെസ്റ്റ് വിഷസ്. അതോടൊപ്പം നമ്മൾ ഇലക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മലയാളികളെ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഫോറിൻ നാഷണൽസിന് ആർക്കൊക്കെ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, അതിന് വേറെ എന്തെങ്കിലും രജിസ്ട്രേഷൻ സെപ്പറേറ്റ്ലി വേണോ വേണ്ടയോ, നമുക്ക് ജോലി കിട്ടി വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, അങ്ങനെയുള്ള എല്ലാവർക്കും പറ്റുമോ, അവരുടെ സ്പൗസുമാർക്ക് വോട്ടിംഗ് പറ്റുമോ, അതുപോലെ സ്റ്റുഡൻറ് വിസയിലുള്ളവർക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതിന് ഒറ്റ വാക്കിൽ പറയാം, ഇത് ലോക്കൽ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ. ഒരല്പ വ്യത്യാസം ഉണ്ട്. ആ ഇലക്ഷന് അയർലൻഡിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വോട്ടവകാശമുണ്ട്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. അതായത് PPS നമ്പർ ഉള്ളവർക്കെല്ലാം ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന, വിദേശത്ത് നിന്ന് വരുന്ന സ്റ്റുഡൻസിന് സ്റ്റാമ്പ് 1 ഏത് സ്റ്റാറ്റസിൽ നിൽക്കട്ടെ അവനെല്ലാം ലോക്കൽ ഇലക്ഷൻ വോട്ടുണ്ട്. ഞാൻ PPS നമ്പറിന്റെ കാര്യം പറഞ്ഞു. ഇനി PPS നമ്പർ ഇല്ലാത്തവർക്ക് പോലും വോട്ടവകാശമുണ്ട്. ഒറ്റ കാര്യം, അവർ ഗാഡ സ്റ്റേഷനിൽ പോയി അവർ ഐഡന്റിഫിക്കേഷൻ അറ്റസ്റ്റ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരനും PPS നമ്പർ ഇല്ലാത്തവരില്ല. ഞാൻ പറഞ്ഞത് റെഫ്യൂജികളെ പോലെ ചിലർക്ക് PPS നമ്പർ ഇല്ല, അവർക്ക് പോലും വോട്ടവകാശമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് ചുരുക്കം. പിന്നെ വേറെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ മറ്റൊരു തെരഞ്ഞെടുപ്പിലും സിറ്റിസണിന് മാത്രമേ വോട്ടവകാശമുള്ളൂ. അതുപോലെ ലോക്കൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലൂക്കനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതോ ഔട്ട് ഓഫ് ഡബ്ലിൻ ഉള്ളവർക്ക് വന്ന് റോയ് ചേട്ടന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഔട്ട് ഓഫ് ഡബ്ലിന് പറ്റത്തില്ല. ഇവിടെ താമസിക്കുന്നവർക്ക്, ഇവിടെ അഡ്രസ് ഉള്ളവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഇപ്പം ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് ഒക്കെ മാറിയായിരിക്കും താമസം. ചിലപ്പം ലൂക്കലിൽ വോട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം അവൻ താമസിക്കുന്ന വേറെ സ്ഥലത്താകാം. അവന് 2 ഓപ്ഷൻ ഉണ്ട്. അവന് വേണമെങ്കിൽ അങ്ങോട്ട് അവന്റെ അഡ്രസ്സ് മാറ്റാം, അതല്ലെങ്കിൽ ഈ അഡ്രസ്സിൽ തന്നെ ആയിരിക്കണം ഇവിടെ വന്ന് വോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ഷൻ എങ്ങനെയാണ് പ്രാക്ടിക്കലി നടക്കുന്നത്? നമ്മുടെ നാട്ടിലെ പോലെ സിമിലാരിറ്റി ഉണ്ടോ? എങ്ങനെയാണ് ഒരു ഇലക്ഷൻ പ്രാക്ടിക്കലി നടക്കുന്നത്? എങ്ങനെയാണെന്ന് ദിവസം ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മുനിസിപ്പൽ പോലെയാണ്. പക്ഷേ അതിന്റെ ഒരു വ്യത്യാസം പറയാം. നാട്ടിൽ ഒരു വാർഡിൽ നിന്നും ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഒരു വാർഡിൽ പരമാവധി 2000 തൊട്ട് 3000 വോട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ മത്സരിക്കുന്ന ലൂക്കൻ വാർഡിൽ ഏതാണ്ട് 15000 വീടുകളും 30000 വോട്ടുകളുമുണ്ട്. ഈ 30000 വോട്ടുകളിൽ നിന്നും ഒരാളെയല്ല തിരഞ്ഞെടുക്കുന്നത്, 5 പേരെ തിരഞ്ഞെടുക്കും. ഈ 5 പേരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു വാർഡിൽ 10 സ്ഥാനാർത്ഥി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരാൾക്ക് 10 പേർക്കും വോട്ട് ചെയ്യാം. പക്ഷേ അത് പ്രയോറിറ്റി ഉണ്ട്, 1, 2, 3, 4. 10ാമത് ചെയ്യുന്ന ആൾക്ക് 10ാമത്തെ വോട്ടാണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പ്രിഫറൻസ്, ഇപ്പം ഞാൻ ഈ ലൂക്കനിൽ മത്സരിക്കുമ്പോൾ ലൂക്കനിൽ വിജയിക്കാൻ ഒരു കോട്ടയുണ്ട്. അത് കോട്ട കഴിഞ്ഞ വർഷം 1500 വോട്ടായിരുന്നു. അത് മൊത്തം പോൾ ചെയ്യുന്ന വോട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കണക്കാണ്. കഴിഞ്ഞ വർഷം 1500 ആയിരുന്നു കോട്ട. ഈ വർഷം അത് കൂടുതൽ പോളിംഗ് വരാം, അതുകൊണ്ട് അത് കൂടുതലാകാം. ആ സ്ഥാനത്ത് എനിക്ക് 1500 പേര് ഡയറക്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് എനിക്ക് നൽകിയാൽ ഞാൻ ഡയറക്റ്റ്ലി ജയിച്ചു. പിന്നെ വോട്ട് എണ്ണണ്ട. പക്ഷേ എനിക്ക് 1500 കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്ത് 1300 ഉള്ളെങ്കിൽ 2ാമത്തെ പ്രിഫറൻസ് വോട്ട് എണ്ണും. അങ്ങനെ 5 പേരെ പല വട്ടം എണ്ണിയാണ് 5 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ലൂക്കലിൽ ആർക്കും കോട്ട വോട്ട് കിട്ടിയിരുന്നില്ല 1500. 3ാമത്തെ റൗണ്ടിലാണ് എണ്ണിയപ്പോഴാണ് ഒരാൾ ജയിച്ചത്. 10ാമത്തെ റൗണ്ട് എണ്ണിയപ്പോഴാണ് 5ാമത്തെ ആൾ ജയിച്ചത്. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റാങ്കിങ്, ഒറ്റ വാക്കി പറഞ്ഞാൽ റാങ്കിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. അതോടൊപ്പം നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു പോളിംഗ് ബൂത്തിൽ പോയിട്ടാണോ ചെയ്യുന്നത്? ഇനിയല്ല, ഈ പറയുന്ന വോട്ടിംഗ് റൈറ്റ് ഉള്ള ഒരു വ്യക്തി ആ ഒരു പർട്ടിക്കുലർ ദിവസം അയർലൻഡിലില്ല, ചിലപ്പോൾ നാട്ടിലെ ഹോളിഡേസിന് പോയതായിരിക്കാം, അവർക്ക് പോസ്റ്റൽ വോട്ട് അല്ലെങ്കിൽ ഇനി അതർ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, നാട്ടിൽ പോയിരിക്കുന്നവർക്ക് ഓപ്ഷൻ ഇല്ല. ഓൺലൈനിൽ വോട്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ വോട്ട് ചെയ്യാൻ ഫിസിക്കലി പോളിംഗ് ബൂത്തിൽ പോകണം. ഈ പോളിംഗ് ബൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീടിൻ്റെയും ചുറ്റവട്ടിൽ ഒരു 500 മീറ്ററിനുള്ളിൽ പോളിംഗ് ബൂത്തുകളുണ്ടാകും. അതായത് ഇപ്പം എല്ലാ സ്കൂളുകളിലും എല്ലാ കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും എല്ലാം
അപ്പം ഒത്തിരിയൊന്നും അങ്ങനെ പോകേണ്ടി വരില്ല. പിന്നെ പോസ്റ്റലോട്ടിൻ്റെ നാട്ടിലെ പോലെ ഇപ്പം ആസ്പത്രിയിൽ കിടക്കുന്നവർക്ക്, പോയി വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കണമെന്നാണെങ്കിൽ അവിടുത്തെ തെളിവുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റോട് കൂടി ഇന്നിടത്ത് ഇന്ന് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റലോട്ട്, ഇന്ന പ്രൊവിഷനുണ്ട്, പോസ്റ്റലോട്ട് ചെയ്യാം. ഇലക്ഷൻ കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് വരണമെങ്കിൽ എന്തുമാത്രം താമസമുണ്ട്? സാധാരണ ഇതിൽ പിറ്റേ ദിവസം തന്നെ വോട്ട് എണ്ണുന്നുണ്ട്. വോട്ട് എണ്ണിയാൽ ഒരു ദിവസവും രാത്രിയും, അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നേരിട്ട് മൊത്തം ഈ പറഞ്ഞ കോട്ട വോട്ട് കിട്ടുന്നവൻ്റെയാണ് വൈകുന്നേരം അറിയാം. പക്ഷെ കോട്ട കിട്ടാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും സെക്കൻഡും തേർഡും എണ്ണി വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെയും പിറ്റേ ദിവസം വൈകുന്നേരം വരെയും നീണ്ടുപോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വന്ന കുറച്ച് ചോദ്യങ്ങൾ. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് റോയിച്ചേട്ടനുണ്ടോ? അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, മലയാളികളായ നിങ്ങൾ ഈ ഇതുപോലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ, അയർലൻഡിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗവാക്കാകണം. അത് ഓരോ പൗരൻ്റെയും ചുമതലയാണ്. എല്ലാവരും ചുമ്മാ തമാശയ്ക്ക് എന്ത് വോട്ട്, രാഷ്ട്രീയക്കാരെയൊക്കെ ചുമ്മാ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്. അതൊന്നും ശരിയല്ല. രാഷ്ട്രീയക്കാരെ ആക്ഷേപിച്ചു, പക്ഷേ രാഷ്ട്രീയത്തെ ആക്ഷേപിക്കരുത്. അതായത് എനിക്ക് വോട്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾ ആർക്കെങ്കിലും ആണെങ്കിലും വോട്ട് ചെയ്യണം. അത് തന്നെയല്ല ഞാൻ പറഞ്ഞ, പൊളിറ്റിക്സിനെ ബഹുമാനിക്കണം. പൊളിറ്റീഷ്യനെ എതിർത്ത് പറയാം. പൊളിറ്റീഷ്യനും പൊളിറ്റിക്സും രണ്ടാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമീമാംസയാണ്. പൊളിറ്റിക്സ് പോലെ മറ്റൊരു ജനസേവനമില്ല. അതുകൊണ്ട് പൊളിറ്റിക്സിനെ ആരും തള്ളി പറയണ്ട. പൊളിറ്റിക്സിൽ ഉണ്ടാകണം. അതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മലയാളികൾ ആരെങ്കിലും വരുമ്പോൾ, എന്നെയല്ല ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഈ വോട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നടന്ന് കാല് പിടിക്കുവാണ്. പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു രീതി മാറ്റണം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നാളെ വരാൻ പോകുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ ഇവിടെ TDയും മന്ത്രിമാരുമായി വരുന്നൊരു കാലമുണ്ടാകും, ഒരു തർക്കവുമില്ല. അതിന് നമ്മുടെ മലയാളികളുടെ പ്രോത്സാഹനം ആദ്യം കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വെരി ഗുഡ്. അതോടൊപ്പം നമുക്കിനി ഒരു പുതിയ വീടിന്റെ, അതായത് എനിക്ക് തോന്നുന്നത് ഇത് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള ഒരു വീടാണ് അല്ലേ? ഇത് വെരി റീസെന്റ് റെനോവേറ്റ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഒരു ഹോം ടൂർ കൂടെ നമുക്ക് ഈ കൂടെ നടത്തിയാലോ? ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ ഒരു കിച്ചണോട് ചേർന്ന് തന്നെയുള്ള ഒരു ലിവിംഗ് റൂം. ഇതാണ് കിച്ചൺ. വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുള്ള ഒരു കിച്ചൺ ആൻഡ് ഇവിടെ ഒരു ലിവിംഗ് റൂം വിത്ത് ഒരു TVയും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനും. അതോടൊപ്പം ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ. ഓക്കെ. ഇനി ഈ ഒരു ഡോർ തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഒരു ലിവിംഗ് റൂം ഉണ്ട്. ഇതൊരു പ്രെയർ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. നല്ല അതിമനോഹരമായ ഒരു ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ടൈല് കാണട്ടെ. ഈ ടൈൽ എവിടെ നിന്നാണ് റോയിച്ചേട്ടാ മേടിച്ചത്? നമ്മുടെ ടൈലക്സിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ടൈലക്സുകാരാണോ ഇതിന്റെ ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ ഭിത്തി പൊളിച്ചിട്ട് ഒറ്റ ഇതാക്കിച്ചതെല്ലാം പുള്ളി പറഞ്ഞൊരു ഐഡിയ. ഓക്കെ. അതായത് ഇതൊരു വോൾ പാർട്ടീഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്ത് ഒരു വലിയ ഒരു ലോങ് ആയിട്ടുള്ള ഒരു റൂം ആക്കി ഇതിനെ മാറ്റി. നല്ലൊരു ഡിസൈനിങ് ആണ്. കൊള്ളാം. വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നത്. ബെഡ്റൂമുകൾ നമ്മുടെ 4 പിള്ളേരുണ്ട്, 2 പിള്ളേര്. ഓക്കെ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ കയറി വന്നതുകൊണ്ടാണ് ഇവിടെ അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അല്ല ഇപ്പം വെച്ചിരിക്കുന്നത്. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഏതൊരു വീട്ടിൽ ചെന്നാലും ഈ ഒരു അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല തിരക്കുള്ള സമയമാണ് റോയിച്ചേട്ടനെ സംബന്ധിച്ചോളം. ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് രണ്ടാമതൊരു ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ തന്നെ. പിന്നെ ആസ് യൂഷ്വൽ മേളില് എത്ര ബെഡ്റൂമുകളുണ്ട്? 3 ബെഡ്റൂം ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ആറ്റിക്കും ഉണ്ട്. അങ്ങനെ വളരെ നല്ല സ്പേഷ്യസ്. 6 ബെഡ്റൂം മൊത്തത്തിലുണ്ട്. പക്ഷെ ഞങ്ങള് 6 മെമ്പേഴ്സും ഈ വീട്ടിലുണ്ട്. എത്ര മക്കളാണ് ചേട്ടൻ? 4 മക്കളാണ്. 4 മക്കളുണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല പ്രായമായി കാണുമല്ലോ. അവര് മൂത്ത മോള് 24 years ആയി. അവള് ഡോക്ടറാണ്. മയോ ജനറൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മറ്റേ 2 ആൺകുട്ടികള്. മൂത്ത ആള് എക്കണോമിക് സ്റ്റാറ്റിക്സ് പഠിക്കുന്നു. രണ്ടാമത്തവൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലായ ലോ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് ജൂനിയർ സെറ്റ് പഠിക്കുന്നു. 4ാമത്തെ ആള് സോറി. ഓക്കെ. അതുപോലെ വൈഫ് നേഴ്സ് ആയിരിക്കുമല്ലോ? വൈഫ് റോട്ടൻഡാ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വേണ്ടി റോയിച്ചേട്ടൻ ഷെയർ ചെയ്തത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഇലക്ഷൻ ആൻഡ് ഗുഡ് ലക്ക്.